ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. സംബന്ധം നയിക്കുന്ന ലളിത സഹസ്രനാമ വളരെ ക്ലാസ് ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ പന്തലിലേക്ക് ആണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. നമസ്കാരം തിരുമേനി, എല്ലാവർക്കും നമസ്കാരം. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം സ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീനി. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം ശ്രീമാത്രേ നമ. ഓം മഹാദേവേ നമ. ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്ന് നമ്മളങ്ങനെ 48ാമത്തെ ലളിതാ സഹസ്രനാമം ക്ലാസ്സാണ് ഇന്നത്തെ. നമ്മൾ 50 ക്ലാസ്സിനോട് അടുക്കാൻ പോവുകയാണ്. നമ്മൾ ഇതോടുകൂടി 749 നാമങ്ങള് മൃത്യുദാരു കുഠാരിക, അതായിരുന്നു ലാസ്റ്റ് നാമം നമ്മൾ കണ്ടത്, മൃത്യുദാരു കുഠാരിക. അതോടുകൂടി 144ാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചു. ഇനി 145ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഓം മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡികാ ചണ്ഡമുണ്ടാസുരനിഷൂദിനി. മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാസന അപർണ ചണ്ഡിക ചണ്ഡമുണ്ടാസുരനിഷൂദിനി. ഇവിടെ ശ്ലോകം 145 750 മുതൽ 756 വരെയുള്ള 7 നാമങ്ങളാണ്. ഒരു സെക്കൻഡ് കേട്ടോ. ഓക്കെ. അപ്പോ ഇവിടെ തുടങ്ങുന്നത് 750ാമത്തെ നാമം മഹേശ്വരി. മഹേശ്വരി എന്ന് പറഞ്ഞാൽ മഹതിയായ, മഹത്തായ, ഏറ്റവും വലിയ ഈശ്വരി. അപ്പൊ ഇവിടെ ഒരു നാമം നമ്മള് മാഹേശ്വരി എന്ന് നമ്മൾ കണ്ടിരുന്നു, 208ാമത്തെ നാമം. മാഹേശ്വരി എന്ന് പറഞ്ഞാൽ മഹേശ്വരന്റെ പത്നി എന്ന് മാത്രമേ അവിടെ അർത്ഥമുള്ളൂ. ഇവിടെ മഹേശ്വരി എന്ന് പറഞ്ഞാൽ മഹതിയായിട്ടുള്ള, മഹത്തായിട്ടുള്ള ഈശ്വരി, എല്ലാ ഈശ്വരന്മാർക്കും ഈശ്വരിയായവൾ, എല്ലാ ഈശ്വരിമാർക്കും ഈശ്വരിയായവൾ. ശരിക്കും മഹം എന്ന് പറഞ്ഞാൽ കുറെ അർത്ഥങ്ങളുണ്ട്. ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരർത്ഥം ഉത്സവം എന്നാണ്. ഇപ്പൊ നമ്മള് മാമാങ്ക മഹാമഹം, മാഘ മഹാമഹം, അല്ലെ? മഹാമഹം എന്ന് പറയുമ്പോ ആ മഹം എന്ന് പറഞ്ഞാൽ ഉത്സവം. പ്രത്യേകിച്ചും ആത്മീയ കാര്യങ്ങളുള്ള ക്ഷേത്ര ചടങ്ങുകളിലൊക്കെ ഉള്ള ഉത്സവങ്ങൾക്കാണ് മഹം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ ഉത്സവങ്ങളുടെയും എല്ലാ ആഘോഷങ്ങളുടെയും ഏറ്റവും അതിൻ്റെയൊക്കെ ഔന്നത്യത്തിൽ ഇരിക്കുന്ന ഈശ്വരിയാണ്. ആഘോഷങ്ങൾക്കും ആഘോഷങ്ങളായിരിക്കുന്ന ഈശ്വരിയാണ് ദേവി. അതുകൊണ്ട് ദേവി മഹേശ്വരി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ ദേവി മഹതിയായ ഈശ്വരിയാണ്, ഈശ്വരന്മാർക്കും ഈശ്വരിമാർക്കും അമ്മയായ ഈശ്വരിയാണ്, എല്ലാവരെയും ഭരിക്കുന്നവളാണ് ദേവി. അതുപോലെ തന്നെ ശ്രേഷ്ഠയാണ് ദേവി, അത്യുത്തമയാണ് ദേവി. ഈ പേരുകളൊക്കെ മഹേശ്വരി എന്ന നാമത്തിൽ നിന്നും വരുന്നു. അപ്പോ ഓം മഹേശ്വരിയേ നമ എന്ന് പറഞ്ഞ് 751ാമത്തെ നാമം മഹാകാളി. മഹാകാളി എന്നും മഹാകാലി എന്നും രണ്ട് അർത്ഥങ്ങളുണ്ട് ഇതിനകത്ത്. രണ്ട് അർത്ഥം എന്നല്ല, രണ്ടായിട്ടും പറയും. കാരണം സംസ്കൃതത്തില് ലായും ളായും തമ്മില് ഭേദമില്ല. അതുകൊണ്ട് മഹാകാളി അല്ലെങ്കിൽ മഹാകാലി. മഹാകാളി, കാളി എന്ന് പറഞ്ഞാൽ ശരിക്കും കറുത്ത നിറമുള്ളവൾ, ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള അർത്ഥം.
അതിന് കാലി എന്ന് പറഞ്ഞാലോ കാലത്തെ നിയന്ത്രിക്കുന്നവളാണ്, അതുകൊണ്ട് കാലി. കറുത്ത നിറമുള്ളത് കൊണ്ട് കാളി, കാലത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട് കാലി. ഇനി മഹാകാലൻ ആരാണ്? പരമശിവൻ. അപ്പൊ മഹാകാളി ആരാണ്? പരമശിവന്റെ പത്നിയായിട്ടുള്ള ആ പാർവതി ദേവി തന്നെ. അപ്പൊ മഹതിയായിട്ടുള്ള കാളിയാണ് ഇവിടെ, അതുകൊണ്ട് മഹാകാളി എന്ന് പറയുന്നു. ഇനി ത്രിപുര സുന്ദരിയുടെ 3 രൂപങ്ങളാണ് നമ്മൾ ദേവി മഹാത്മ്യത്തിൽ കാണുന്നത്. 3 ഭയങ്കര രൂപങ്ങൾ. ആ ഭയങ്കര രൂപങ്ങളിൽ ഒന്നാണ് കാളി. ഇപ്പൊ ഇവിടെ നമ്മള് എങ്ങനെയാണ് ദേവി മഹാത്മ്യത്തില് ദേവിയെ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്ന് പറയുന്നുണ്ട്. 3 ഖണ്ഡങ്ങളിലായിട്ട് 3 രൂപങ്ങളിലാണ് ദേവി മഹാത്മ്യത്തില് അസുര നിഗ്രഹണത്തിന് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ മഹാലക്ഷ്മി വിഷ്ണു പത്നിയായിട്ടുള്ള മഹാലക്ഷ്മി ആയിട്ടും മഹാസരസ്വതി ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രഹ്മാവിന്റെ പത്നിയായിട്ടുള്ള മഹാസരസ്വതി ആയിട്ടും ഒന്നും ഇവിടെ കണക്കാക്കാൻ പാടില്ല. ഇത് ദേവിയുടെ 3 ഭാവങ്ങളാണ്. അപ്പോ 3 ചരിതങ്ങളാണ് അതിനകത്തുള്ള, 3 ഖണ്ഡങ്ങളാണുള്ളത്. പ്രഥമ ചരിതം, അതിനകത്ത് മധുകൈടവ വധമാണ് കാണിക്കുന്നത്. അവിടെ തമോ ഗുണപ്രധാനമായിട്ടുള്ള മഹാകാളിയാണ്. അത് കഴിഞ്ഞാൽ അടുത്തത് മധ്യമചരിതമാണ്. ഇവിടെ മഹിഷാസുര വധമാണ് പറയുന്നത്. അത് രജോ ഗുണപ്രധാനമായിട്ടുള്ള മഹാലക്ഷ്മി രൂപത്തിലുള്ളതാണ് ദേവി അവിടെ വരുന്നത്. അതുപോലെ തന്നെ ശുംഭ നിശുംഭ വധം അവസാനം, അതിന് ഉത്തമ ചരിതം എന്നാണ് പറയുന്നത് ദേവി മഹാത്മ്യത്തില്. ഈ ഉത്തമ ചരിതത്തില് സരസ്വതി രൂപത്തിലാണ് ദേവി വരുന്നത്. അപ്പോ ഈ 3 രൂപങ്ങളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ തമോ ഗുണപ്രധാനമായിട്ടും അതുപോലെ രജോ ഗുണവും ഉത്തമ ഗുണവുമായിട്ട് സദ്ഗുണവുമായിട്ട് ദേവി മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. ഇത് അതുകൊണ്ടാണ് എപ്പോഴും നമ്മള് ദേവി മഹാത്മ്യം ചൊല്ലുമ്പോൾ ഈ 3 നാമങ്ങളും വന്ദന ശ്ലോകങ്ങളിലൊക്കെ വരുന്നുണ്ട്. ആദ്യത്തെ പിന്നെ നാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ വരുന്നുണ്ട്. അപ്പോ ഇത് 3 കൺഫ്യൂസ് ആവരുത്. ഇത് ആ 3 മഹാലക്ഷ്മിയും മഹാസരസ്വതിയുമായിട്ടുള്ള, പാർവതിയും ലക്ഷ്മിയും സരസ്വതിയായിട്ടുള്ള അല്ല, ഇത് ദേവിയുടെ തന്നെ 3 പ്രത്യക്ഷ രൂപങ്ങളാണ്. ആ രൂപങ്ങളിലാണ് ദേവി അസുര നിഗ്രഹണത്തിന് വരുന്നത്. ഇനി ഉജ്ജയിനിയിലെ മിക്കവാറും ആളുകൾ പോയി കാണും, വളരെ അടുത്താണ് ഇവിടുന്ന്. ഉജ്ജയിനിയിലെ മഹാകാള ക്ഷേത്രത്തിലെ അധിഷ്ഠാന ദേവത, മഹാകാളന്റെ അധിഷ്ഠാന ദേവതയായിരിക്കുന്ന ആ അതിദേവതയുടെ പേരും മഹാകാളി എന്നാണ്. അപ്പൊ അതുകൊണ്ട് മഹതിയായ കാളി, മഹത്തായ കാളി, എല്ലാറ്റിനും പ്രോമിനന്റ് ആയിട്ടുള്ള കാളി, അതുകൊണ്ട് ദേവിയെ മഹാകാളി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 752 നാമം മഹാഗ്രാസ. മഹാഗ്രാസ എന്ന് പറഞ്ഞാൽ മഹത്തായിട്ടുള്ള ഗ്രാസത്തോടു കൂടി. ഗ്രാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിഴുങ്ങുക എന്നാണ് അർത്ഥം. അപ്പൊ ഗ്രാസം എന്ന് പറഞ്ഞാൽ വിഴുങ്ങുന്ന ആ പ്രക്രിയക്കാണ് ഗ്രാസം എന്ന് പറയുന്നത്. കാളിയുടെ രൂപം ശരിക്കും വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? കാളിക്ക് വലിയ വായാണ്, എല്ലാം ഭക്ഷിക്കുന്നതാണ്. ഉദരമോ ഏറ്റവും കൃശമാണ് ദേവിയുടെ. എത്ര ഭക്ഷിച്ചാലും അത് മുഴുവൻ ദഹിച്ചു പോകുന്നതാണ്. വലിയ വായും അതേസമയത്ത് കൃശമായിട്ടുള്ള ഉദരവുമാണ് കാളിയുടെ രൂപത്തെ ചിത്രീകരിക്കുന്നത്. ശരിക്കും കൽപ്പാന്ത കാലത്തില് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും മഹേശ്വരനെയും വരെ ഗ്രസിക്കുന്നവളാണ് ദേവി. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എല്ലാം ഗ്രസിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് മഹാഗ്രാസ, എല്ലാവരെയും വിഴുങ്ങുന്നവളാണ്, ഭക്ഷണമാക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് മഹാഗ്രാസ. ഇനി ചണ്ഡമുണ്ടാസുര വധത്തില് കാളി രാക്ഷസ സൈന്യത്തെ ചതുരംഗങ്ങളോടൊപ്പം ഭക്ഷിക്കുന്ന രംഗമുണ്ട്. ഇത് അടുത്ത നാമം പറയുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. ശരിക്കും മഹാപ്രളയ സമയത്ത് ലോകങ്ങളെല്ലാം ദേവിയുടെ വായ്ക്കകത്തുകൂടി ഗ്രസിക്കപ്പെട്ട് അങ്ങനെ ആ കാളരാത്രി എന്നുള്ള രൂപത്തിൽ ദേവി എത്തുമെന്നാണ് പറയപ്പെടുന്നത്. കാളരാത്രി എന്നുള്ള ദേവിയുടെ രൂപം ആ മഹാപ്രളയ സമയത്തുള്ള ആ ഗ്രാസം കഴിഞ്ഞതിന് ശേഷമുള്ള ആ രൂപമാണ്. അപ്പൊ ആ മഹത്തായ രൂപമാണ് മഹാഗ്രാസ. എല്ലാറ്റിനെയും ഗ്രസിക്കുന്ന, എല്ലാറ്റിനെയും തന്നിലേക്ക് അടക്കുന്ന, ലയിപ്പിക്കുന്ന ശക്തിമത്തായിട്ടുള്ള ദേവിയാണ്. ആ ദേവിയെ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപം മനസ്സൊന്നും ഒരിക്കലും മാറില്ല. മഹാഗ്രാസ എന്ന് പറഞ്ഞ് നമുക്ക് 753 നാമത്തിലേക്ക് പ്രവേശിക്കാം. മഹാശന, അപ്പൊ ഗ്രസിച്ചു കഴിഞ്ഞാൽ അശനമാക്കും. മഹത്തായ അശനത്തോടു കൂടിയവൾ. അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്നാണ് ആ സംസ്കൃത വാക്കിനർത്ഥം. അപ്പോ എന്തും ഭക്ഷിക്കുന്നവളാണ്.
സകലതും ലയിക്കുന്നത് ദേവിയിലാണ്. അതുകൊണ്ട് ദേവി മഹാശന, മഹാ അശന എന്നുള്ള നാമത്തിൽ അറിയപ്പെടും. നമ്മൾ കണ്ടു ദേവിയുടെ ഒട്ടിയ വയറാണ്, എന്ത് ഭക്ഷിക്കാൻ തയ്യാറാണ്, എപ്പോഴും വിശപ്പുള്ള രൂപത്തിലാണ് മഹാകാളിയായിരിക്കുന്നത്. അപ്പൊ ഈ നാമങ്ങളൊക്കെ മഹാകാളിയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. നമ്മള് 751 ശ്ലോകം മുതല്, അല്ലെങ്കിൽ മാഹേശ്വരി എന്നുള്ള ശ്ലോകം മുതല് മഹേശ്വരിയും മഹാകാളിയും മഹാഗ്രാസ എന്ന നാമവും മഹാശന എന്നുള്ള നാമവും അപർണ എന്നുള്ള നാമവും ചണ്ഡിക എന്നുള്ള നാമവും ചണ്ഡമുണ്ടാസുര നിഷൂദിനി എന്നുള്ള ഇതൊക്കെ കാളിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അസുരവധത്തിൽ നിൽക്കുന്ന രൗദ്രരൂപിണിയായിട്ടുള്ള കാളിയെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും കാളിയെ മനസ്സിൽ കാണുക ഈ ശ്ലോകം വായിക്കുമ്പോൾ, നമ്മുടെ 145 ശ്ലോകം വായിക്കുമ്പോൾ. അപ്പൊ ഇവിടെ ദേവി അങ്ങനെ എന്തും പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും തന്നിലേക്ക് തന്നെ ഗ്രസിക്കുകയും ചെയ്യാണ് ദേവി. അതുകൊണ്ട് ദേവി മഹാശന എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി അടുത്ത നാമമാണ് അപർണ. അപർണ അപർണ എന്ന് പറഞ്ഞാൽ എന്താണ്? അപഗതമായ ഋണത്തോടു കൂടിയ. ഋണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കടം അല്ലെ? കടം, ബാധ്യത, കടപ്പാട്, ഇതിനൊക്കെ കടം വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഒരാളുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ കുറെ കാലം താമസിച്ചു, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവർ നമുക്ക് ഭക്ഷണമൊക്കെ തന്നു, കടമൊന്നും തന്നില്ല, അത് അവരുടെ കടമ തന്നെയായിരിക്കും. എന്നാലും നമ്മൾക്ക് കടപ്പാടുണ്ട് അവരോട്, അതൊരു ബാധ്യതയാണ് നമ്മളുടെ, എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കടപ്പാടാണത്. അപ്പൊ ഇവിടെ ഋണം ഒരു തരത്തിലുള്ള, അപർണ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഋണങ്ങളും കടപ്പാടുകളും ബാധ്യതകളും ഒന്നുമില്ലാത്തവളാണ്, ആരോടും കടപ്പെടാത്തവളാണ് ദേവി. അതുകൊണ്ട് ദേവി അപർണ എന്ന് പറയുന്നു. അപഗതമായിട്ടുള്ള ഋണത്തോടു കൂടിയവൾ. ദേവിക്ക് ഒരു കടവുമില്ല, ഒരു ബാധ്യതയുമില്ല, ഒന്നുമില്ല. അതുകൊണ്ട് ദേവിയെ അപർണ എന്ന് പറയുന്നു. ഇനി ശരിക്കും പാർവതിയുടെ തപസ് കുമാരസംഭവത്തില് വളരെ മനോഹരമായിട്ട് കാളിദാസൻ വിവരിക്കുന്നുണ്ട്. കുമാരസംഭവത്തെ കാളിദാസൻ തന്നെയാണ് അതിനൊരു കാവ്യമായിട്ട് ആധുനിക നിരൂപകരൊക്കെ പറയുമെങ്കിലും അതൊരു ഭക്തികാവ്യം തന്നെയാണ് കുമാരസംഭവം. അപ്പോ അതിനകത്തൊരു ശ്ലോകമുണ്ട്. സ്വയം വിശീർണ്യ ദ്രുമപർണവൃത്തിത പരാഹി കാഷ്ട തപസസ്തയാ പുന തദപ്യപാകീർണമത പ്രിയം വദ വദന്ത്യ പർണേതി ചതാം പുരാവിത. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുമാരസംഭവത്തില് ദേവിയുടെ തപസ്സാണ് ഇത് വർണ്ണിക്കുന്നത്. ദേവി ആദ്യം എന്താണ് ചെയ്തത്? ആദ്യം ദേവി കുറെ ഫലങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ചു, തപസ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് ഭാഗവതത്തിലും ധ്രുവന്റെ തപസ്സിനെ ഈ സമയത്ത് ഇത് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആദ്യം ഫലമൂലങ്ങൾ കഴിച്ച് ജീവിച്ചു ദേവി. അത് കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചു. അത് കഴിഞ്ഞ് ദേവി പച്ച ഇലകൾ കഴിച്ച് ജീവിച്ചു. അത് കഴിഞ്ഞ് കൊഴിഞ്ഞു വീണ ഈ ഇലകള് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴുത്ത ഇലകള് അല്ലെങ്കിൽ കരിഞ്ഞ ഇലകള്, ആ ഇലകള് ഭക്ഷിച്ചിട്ട് ദേവി തപസ് അനുഷ്ഠിച്ചു. അപ്പോഴൊന്നും പരമശിവൻ പ്രത്യക്ഷമാവാത്തപ്പോ ദേവി എന്ത് ചെയ്തു? വദന്ത്യ പർണേതി ചതാം പുരാവിത. ശരിക്കും ദേവി എന്താണ്? അവസാനം ഒന്നും ഭക്ഷിക്കാതെ, ഇലകൾ പോലും ഭക്ഷിക്കാതെ, അപർണ, പർണം എന്ന് പറഞ്ഞാൽ ഇല എന്നാണ് അർത്ഥം. അപ്പൊ ഇല പോലും ഇല്ലാത്ത അവസ്ഥയില് ദേവി അങ്ങനെ നിരാഹാരയായിട്ട് കഴിഞ്ഞു എന്നുള്ള വളരെ മനോഹരമായിട്ടാണ് വർണ്ണിക്കുന്നതൊക്കെ കുമാരസംഭവത്തില്. അപ്പൊ ഇവിടെ പർണം പോലും കഴിക്കാതിരിക്കുന്ന ദേവി പാർവതി, ആ പാർവതിക്ക് അപർണ എന്നുള്ള പേര് വന്നു എന്നാണ് കാളിദാസൻ പറയുന്നത്. അപ്പോ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപർണ എന്ന് പറഞ്ഞാൽ ദേവിക്ക് ഒരു ബാധ്യതയും ആരോടുമില്ല. ദേവി സർവസ്വതന്ത്രയാണ്. ദേവി തന്നെയാണ് എല്ലാം കൊടുക്കുന്നത്. ധാത്രിയാണ് ദേവി. അതുകൊണ്ട് ദേവിക്ക് ഒരു കടപ്പാടും ആരോടുമില്ല. അതുകൊണ്ട് ദേവി അപർണ എന്ന നാമത്തിൽ അറിയുന്നു. ഇനി 755 നാമം ചണ്ഡിക. ചണ്ഡിക, ചണ്ഡം എന്ന് പറഞ്ഞ കോപം അല്ലെ? കോപം എന്നാണ് അർത്ഥം. അപ്പോ ചണ്ഡിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദേവി എല്ലാവരോടും കോപപ്പെടുന്നു, അങ്ങനെയല്ല. എപ്പോഴാണ് ദേവി ചണ്ഡികയായത്? ദേവി ദുഷ്ടശക്തികളോട് പൊരുതുമ്പോഴാണ് ദേവി ചണ്ഡികാ രൂപധാരിണിയായിരിക്കുന്നത്. അപ്പോ ദുഷ്ടശക്തിയെ, ചാമുണ്ടയും ചണ്ഡികയുമായത് ആ സമയത്താണ്. ദുഷ്ടശക്തികളോട് കോപമുള്ളവളാണ് ദേവി. ചണ്ഡിക എന്ന് പറഞ്ഞാൽ കോപമുള്ളവൾ എന്നാണ് അർത്ഥം. അപ്പൊ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ദുഷ്ടന്മാർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവളാണ്. അതുകൊണ്ട് ദേവിയെ ചണ്ഡിക എന്ന് പറയുന്നു.
മറ്റുള്ളവരെ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് സജ്ജനങ്ങളും ദുർജനങ്ങളും. ദുർജനങ്ങൾക്ക് കോപത്തെ ദുർജനങ്ങളുടെ മനസ്സിലും കോപം ദേവി ജനിപ്പിക്കും. സജ്ജനങ്ങളെ എപ്പോഴും ശാന്തിയായിട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ മനസ്ഥിതി ദേവി തന്നെ കോപമായിട്ട് ദുർജനങ്ങളുടെ മനസ്സിൽ വരും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അവരെല്ലാം എപ്പോഴും രൗദ്രഭാവത്തിലായിരിക്കും. ഇപ്പോ ഇവിടെ ദേവി അവർക്ക് ദേവി എപ്പോഴും കോപരൂപിണിയായിട്ടുള്ള ചണ്ഡികയാണ്. അതുകൂടാതെ അവരെ ദുർജനങ്ങളുടെ മനസ്സിലും കോപമായിട്ട് അവരെ സ്വയം ഗ്രസിക്കാൻ വേണ്ടി ദേവി വസിക്കുമെന്ന് അപ്പൊ ചണ്ഡിക എന്ന് പറഞ്ഞാൽ കോപമുള്ള രൂപമുള്ള ദേവിയെ ചണ്ഡിക എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ധൂമ്രലോചനൻ, അത് കഴിഞ്ഞ ചണ്ടമുണ്ടന്മാര്, രക്തബീജൻ തുടങ്ങിയ എല്ലാ അസുരന്മാരെയും നിഗ്രഹിച്ച ഭയങ്കരി രൂപമാണ് ദേവി. അതിനാൽ ദേവിക്ക് ചണ്ഡിക എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 756 നാമം ചണ്ടമുണ്ടാസുര നിഷൂദിനി. ചണ്ടമുണ്ടാസുര നിഷൂദിനി. നിഷൂദിനി എന്ന് പറഞ്ഞാൽ സംഹരിച്ചവർ. നിഷൂദിനി എന്ന് പറഞ്ഞാൽ സംഹരിച്ചവർ, സ്ത്രീലിംഗമാണ് അവിടെ. അപ്പൊ ചണ്ടൻ മുണ്ടൻ എന്ന് 2 അസുരന്മാരെ വധിച്ചവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ചാമുണ്ട എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പോ ചണ്ടമുണ്ടാസുര നിഷൂദിനിയാണ് ദേവി. ചാമുണ്ട എന്ന നാമത്തിലുള്ള ചണ്ടമുണ്ടാസുര നിഷൂദിനിയാണ്. അപ്പൊ ചാമുണ്ടയായിട്ട് നിൽക്കുന്ന ദേവിയാണ് ചണ്ടമുണ്ടന്മാരെ നിഷേധിച്ചത്. അപ്പൊ ഇവിടെ ശരിക്കും ശുംഭ നിശുംഭന്മാരെയാണ് വധിക്കേണ്ടത്. അപ്പോ ശുംഭ നിശുംഭന്മാരെ വധിക്കുക എന്നുള്ള ഉത്തമ ചരിത്രത്തില് ശുംഭൻ എന്താണ് ചെയ്യുന്നത്? പാർവതിയുടെ അവതാരമായിട്ടുള്ള കൗശികിക്ക് ഭയങ്കര സൗന്ദര്യമാണ്. കൗശികിയുടെ സൗന്ദര്യത്തില് മുഴുകിയിട്ട് ആ കൗശികിയെ കണ്ട കുറെ ഇയാളുടെ ഭൃത്യന്മാര് അല്ലെങ്കിൽ മന്ത്രിമാര് ചെന്നിട്ട് ശുംഭനോട് പറഞ്ഞു, ശുംഭ, വളരെ മനോഹരമായിട്ടുള്ള കൗശികിയെ ഞാൻ കണ്ടു. ഇവരെ ഇത്രയും അപ്സരസുകൾ പോലും നാണിച്ചു പോകുന്ന അത്രയും സൗന്ദര്യമാണ്. ശുംഭൻ എല്ലാം തപസ് ചെയ്തിട്ട് എല്ലാം ആർജിച്ചതാണ് ബ്രഹ്മാവിന്റെ അടുത്തുനിന്ന്. അതുകൊണ്ട് ശുംഭൻ ആദ്യം തന്റെ ഒരു ഭൃത്യനെ വിടും ദേവിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ദേവി ആ ഭൃത്യനെ ഒന്നും ദേവി കൂട്ടാക്കില്ല. അങ്ങനെ ദേവി അവരെ അവിടുന്ന് പറഞ്ഞു വിടുന്നതാണ്. ഇപ്പൊ വീണ്ടും തിരിച്ചു വന്നപ്പോ ആരെയാണ് വിടുന്നത്? ശുംഭൻ കോപിച്ചിട്ട് തന്റെ സേനാനായകന്മാരായ ചണ്ടനെയും മുണ്ടൻ, ആദ്യം ധൂമ്രലോചനെയാണ് അയക്കുന്നത്. ധൂമ്രലോചനൻ വലിയ സേനാധിപനാണ്. ധൂമ്രലോചന ദേവി ഒരു ഹുങ്കാര ശബ്ദം മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോഴേ ധൂമ്രലോചനൻ മരിച്ചു വീണു. ദിഗന്ധങ്ങൾ നടുങ്ങുമാറ് ശക്തമായിട്ടുള്ള ഒരു ഹുങ്കാര ശബ്ദം മുഴക്കിയിട്ട് ആ ധൂമ്രലോചനെ വധിച്ചു ദേവി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ശുംഭനിശുഭന്മാര് ചണ്ടനെയും മുണ്ടനെയും തന്റെ മന്ത്രിമാരായിട്ടുള്ള സേനാനായകന്മാരായിട്ടുള്ള ചണ്ടമുണ്ടന്മാരെ അയച്ചു. അപ്പോൾ ദേവി കോപിച്ചിട്ട് തന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും കാളിയെ സൃഷ്ടിക്കുകയാണ്. അപ്പോ കാളി, ഈ എല്ലാ നാമങ്ങളും കാളിയുടെയാണ് നമ്മൾ പറഞ്ഞു. ദേവി സൃഷ്ടിക്കുന്ന കാളിയാണ്. ഇപ്പോ ശരിക്കും ദക്ഷയാഗ സമയത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പരമശിവൻ കാളിയെ തന്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ ദേവി തന്നെ, ഈ ചാമുണ്ട എന്ന രൂപത്തിൽ നിൽക്കുന്ന ദേവി തന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും സൃഷ്ടിക്കുന്നതാണ് കാളി. ആ കാളി എന്താ ചെയ്യുന്നത്? 2 പേരുടെയും ശിരസ്സറുക്കുന്നു, ചണ്ടന്റെയും മുണ്ടന്റെയും. എന്നിട്ട് ഈ ചാമുണ്ടയുടെ മുന്നിൽ വെക്കുന്നു. ചണ്ഡികയുടെ മുന്നിൽ വെക്കുന്നു. ചാമുണ്ടന്റെ അല്ല, ചണ്ഡികയുടെ മുന്നിൽ വെക്കുന്നു, ചണ്ഡികാ രൂപത്തിലുള്ള ദേവിയുടെ. അപ്പോ എന്താണ് ഉണ്ടാവുന്നത്? ദേവി പ്രസീതയായിട്ട് ഈ കാളിക്ക് ചാമുണ്ട എന്ന നാമം കൊടുക്കുന്നു. അപ്പോ ചണ്ടമുണ്ടാസുര നിഷൂദിനിയായിട്ടുള്ള ചാമുണ്ടയാണ് കാളി. അപ്പൊ ആ കാളിക്ക് നമസ്കാരം. ഇത് ദേവി മഹാത്മ്യത്തിന്റെ 7-ാമത്തെ അധ്യായത്തില് നമ്മൾക്ക് കാണാൻ പറ്റും. ദേവി ഇങ്ങനെ ചാമുണ്ട എന്നുള്ള പദം ഈ ചണ്ഡികാദേവി കാളിക്ക് കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം രക്തബീജൻ വരും, രക്തബീജനെയും വധിക്കും. അതിനുശേഷം ശുംഭനിശുംഭന്മാരെ വധിക്കും. അങ്ങനെയാണ് ആ സീക്വൻസ് പോകുന്നത്. അതോടുകൂടിയിട്ട് ആ ശ്ലോകം കഴിഞ്ഞു. 145-ാമത്തെ, നമ്മൾ 146-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക. ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗ ത്രയംബക ത്രിഗുണാത്മിക. ഇവിടെ 757 മുതൽ 763 വരെയുള്ള 7 നാമങ്ങളാണ്. അത് നാമം നോക്കാം. 757 ക്ഷരാക്ഷരാത്മിക ഒരു നാമമാണ്. ക്ഷരാക്ഷരാത്മിക എന്താ അത്? ക്ഷരാക്ഷരല്ല, ക്ഷര അക്ഷര ആത്മിക എന്നാണ്. അങ്ങനെയാകുമ്പോഴാണ്
അത് ലോപിക്കുമ്പോഴാണ് ക്ഷരാക്ഷരാത്മിക. ക്ഷര അക്ഷര ആത്മിക. ക്ഷരം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? നാശമുള്ളതിനെയാണ് ക്ഷരം എന്ന് പറയുന്നത്, അല്ലെ? അക്ഷരം എന്ന് പറഞ്ഞാലോ നാശമില്ലാത്തത്. അക്ഷരമാണ്, ഒരിക്കലും നശിക്കാത്തതാണ് അക്ഷരങ്ങൾ. അപ്പോ ക്ഷരം എന്നുള്ളത് നാശമുള്ളതും അക്ഷരമുള്ളത് നാശമില്ലാത്തതും. അപ്പൊ നാശമുള്ളതിനും നാശമില്ലാത്തതിനും ആത്മസ്വരൂപമാണ് ആര്? ദേവി. ക്ഷര അക്ഷര ആത്മിക. അപ്പോ നശിക്കുന്ന എല്ലാത്തിനും നാശമില്ലാത്ത എല്ലാത്തിനും ആത്മസ്വരൂപമായി വിളങ്ങുന്നത് ആരാണ്? ദേവിയാണ്. അപ്പോ ക്ഷരം എന്ന് പറഞ്ഞാൽ അസത്താണ്, അജ്ഞാനമാണ്. അക്ഷരം എന്ന് പറഞ്ഞാൽ സത്താണ്. ആ സത്ത് ചിത്ത ആനന്ദത്തിലെ സത്താണ്, ആ സത്താണ്. അതുപോലെ തന്നെ ജ്ഞാനമാണത്. അപ്പോ ക്ഷരവും അക്ഷരവുമായിട്ടുള്ള എല്ലാറ്റിനും ആത്മാവായവൾ, ആത്മസ്വരൂപമായവൾ ആ ദേവി, ആ ദേവിക്ക് നമസ്കാരം എന്നാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നാശമില്ലാത്തതായിട്ട് ഈ ബ്രഹ്മാണ്ടത്തില് ഒന്നും തന്നെ ഇല്ല, അല്ലെ? ദേവി മാത്രമേയാണ് നാശമില്ലാത്തതായിട്ടുള്ളൂ. ആ അമ്മയിൽ നിന്നാണ് എല്ലാം ജനിക്കുന്നത്, അത് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ നാശമില്ലാത്ത ആ ദേവി രൂപം തന്നെയാണ് നാശമുള്ളതായിട്ടുള്ള ഈ പ്രപഞ്ചമായിട്ട് പരിണമിക്കുന്നതും. അപ്പോ ക്ഷരവും ദേവിയാണ്, അക്ഷരവും ദേവിയാണ്. ഇവിടെ ഭഗവത്ഗീതയിലത്തെ ഒരു ശ്ലോകമുണ്ട്, 15-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ ശ്ലോകം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷരസർവാണി ഭൂതാനി കൂടസ്ഥോ അക്ഷര ഉച്യതേ. ഇവിടെ എന്താണ് പറയുന്നത്? ഈ ലോകത്തില് ദ്വാവിമൗ, രണ്ട് പുരുഷന്മാരാണുള്ളത്. പുരുഷൗ ലോകേ, രണ്ട് തരത്തിലുള്ള പുരുഷന്മാരാണ് ഈ ലോകത്തിലുള്ളത്. ഒന്നെന്താണ്? ക്ഷരശാക്ഷര ഏവച. ഒന്ന് ക്ഷരപുരുഷനും മറ്റൊന്ന് അക്ഷരപുരുഷനും. ഇവിടെ ദേവിയാണ്, അവിടെ ഭഗവാൻ വിഷ്ണുവാണ്, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ക്ഷരപുരുഷനും അക്ഷരപുരുഷനും. എന്നിട്ടോ അത് കഴിഞ്ഞ് പറയുന്നതാണ് ക്ഷരസർവാണി ഭൂതാനി. ഈ ലോകത്തിലുള്ള സർവഭൂതങ്ങളും ക്ഷരപുരുഷനാകുന്നു. അപ്പോ ഈ ലോകത്തിലുള്ള എല്ലാ ക്രിയേഷൻസും എന്താണ്? ക്ഷരപുരുഷനാണ്. അത് തന്നെയാണ് ക്ഷരാത്മിക എന്ന് പറയുന്നത്. ഇനിയോ ഈ ലോകത്ത് കൂടസ്ഥനായ പുരുഷനാണ് അക്ഷരപുരുഷൻ. കൂടസ്ഥൻ എന്ന് വെച്ചാൽ കൂടസ്ഥോ അക്ഷര ഉച്യതേ. ആരാണ് അക്ഷരപുരുഷൻ? കൂടസ്ഥോ അക്ഷര ഉച്യത. എന്താ ഈ കൂടസ്ഥം? കൂടസ്ഥം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാവും, ആൻവിൽ. ഇപ്പോ ഒരു കൊല്ലപ്പണിക്കാരൻ നമ്മുടെ ഇരുമ്പ് ഉണ്ടാക്കുന്ന ഒരു ആല, എല്ലാവരും ഗ്രാമങ്ങളിലെ ആല കണ്ടു കാണും. അപ്പൊ ആലയില് ഒരു വലിയ ഇരുമ്പിന്റെ ഒരു ലോഹ കഷ്ണം ഉണ്ടായിരിക്കും, വളരെ വലുത്. അതിനകത്താണ് ചുട്ടുപഴുത്തിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ വെച്ചിട്ടാണ് അടിച്ചിട്ട് അതിനെ കൈക്കോട്ടും അതുപോലെ തന്നെ മഴുവും അതുപോലെ പിശാങ്കത്തിയും മടാളും ഒക്കെ കൊടുവാളും ഒക്കെ ആക്കി മാറ്റുന്നത്. എല്ലാ പിക്കാക്സും ഒക്കെ ആക്കിയിട്ട് കൊല്ലൻ മാറ്റുന്നത് ലോഹത്തെ ഈ ആൻവിലിന്റെ മുകളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്ലേറ്റ്, ലോഹത്തിന്റെ ആ പ്ലേറ്റ്, അത് എന്തിനേയും താങ്ങാനുള്ള ശക്തിയാണ്. അത് അയാളുടെ അച്ഛന്റെ കാലം മുതൽ അതേ ആലയില് അതേ ആൻവിലായിരിക്കും, അതിനൊരു മാറ്റവും സംഭവിക്കില്ല. അതാണ് കൂടസ്ഥം എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഓരോ ലോഹങ്ങളും ചുട്ടുപഴുത്ത് അടിക്കുമ്പോൾ പല രൂപങ്ങളായി മാറും, കുറച്ചു കഴിഞ്ഞാൽ നശിച്ചു പോകും. നമ്മളൊക്കെ ഇപ്പൊ ഈ ദേവിയാകുന്ന കൂടസ്ഥം, ആ എല്ലാറ്റിനെയും താങ്ങി നിർത്താൻ ശക്തിയുള്ള ആ ആൻവിലാണ് ഇവിടെ ദേവി. അതുകൊണ്ടാണ്, അതുപോലെ തന്നെയാണ് അക്ഷരപുരുഷനെയും ഇവിടെ ഭഗവത്ഗീത പറയുന്നത് കൂടസ്ഥോ അക്ഷര ഉച്ചതേ എന്നാണ് പറയുന്നത്. അപ്പോ കൂടസ്ഥം ഒരിക്കലും ഇളക്കം തട്ടില്ല അതിന്, അല്ലെ? കൊല്ലന്റെ ആലയിലെ ആ ഇരുമ്പ് പീഠം പോലെ ഒരിക്കലും ഇളക്കം തട്ടാത്താണ്. എല്ലാ ആയുധങ്ങളും അതിനു മുന്നിൽ നിർമ്മിക്കപ്പെടുന്നു, അതിനുശേഷം അവ നശിപ്പിക്കപ്പെടുന്നു. അപ്പോ അതുപോലെ തന്നെ എല്ലാറ്റിനും എല്ലാ ഈ ജീവജാലങ്ങൾക്കൊക്കെ അവയുടെ ഉള്ളിൽ വിളങ്ങുന്നത് ദേവിയാണ്, അവയുടെ ഉള്ളിലെ ചൈതന്യമായി വിളങ്ങുന്നത് ദേവിയാണ്. അതുപോലെ തന്നെ ഈ നശിക്കാത്ത ആ പ്രപഞ്ചത്തിന്റെ ആ ചൈതന്യം ആ ദേവി തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദേവി ക്ഷരം, അക്ഷരം എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപം, ക്ഷരം എന്ന് പറഞ്ഞാൽ അജ്ഞാനസ്വരൂപം, ഇത് രണ്ടായും വിളങ്ങുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി ക്ഷരാക്ഷരാത്മിക എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഓം ക്ഷരാക്ഷരാത്മികായേ നമ. ഇനി അടുത്ത നാമമാണ് 758-ാമത്തെ നാമം, സർവലോകേശി. സർവലോകേശി, സർവലോകേശി എളുപ്പമുള്ള അർത്ഥമാണ്.
സർവ്വലോകങ്ങൾക്കും ഈശ്വരിയായവൾ. നമുക്കറിയാം, ഈ 14 ലോകങ്ങളും ബ്രഹ്മാണ്ടവും എല്ലാം യുഗങ്ങൾ മാറുന്നതോടുകൂടി വീണ്ടും വീണ്ടും വരുന്ന യുഗപുരുഷന്മാരുടെ സൃഷ്ടിയും ഒക്കെ ദേവി തന്നെയാണ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ദേവി സർവ്വലോകങ്ങൾക്കും ഈശ്വരിയായവളാണ്. സർവ്വലോകങ്ങളെയും ഈശിക്കുന്നവളാണ്, ഈശ്വരി എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെയും കണ്ടതാണ്, നിയന്ത്രിക്കുന്നവളാണ്. നിയന്ത്രണം ദേവിയുടെ കയ്യിലാണ്. അപ്പോ ദേവി ലോകങ്ങളെ സൃഷ്ടിക്കുന്നു, പരിപാലിക്കുന്നു, സംഹരിക്കുന്നു. ആ പോർട്ട്ഫോളിയോ ഒക്കെ ഓരോരുത്തർക്ക് അലോക്കേറ്റ് ചെയ്യുന്നു എന്ന് മാത്രം, അല്ലെ? കാലാകാലങ്ങളില് ബ്രഹ്മാവിനും വിഷ്ണുവിനും ശിവനുമൊക്കെ ആ പോർട്ട്ഫോളിയോ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ദേവി. പക്ഷേ ദേവി തന്നെയാണ് ആത്മസ്വരൂപിണിയായിട്ട് പ്രപഞ്ചത്തിനെ തന്നിലേക്ക് തന്നെ ലയിപ്പിച്ച് നിർത്തുന്നത്. അതുകൊണ്ട് ദേവി സർവ്വലോകങ്ങൾക്കും ഈശ്വരിയാണ്. അതുകൊണ്ട് ദേവി സർവലോകേശി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ഇനി 759 നാമം വിശ്വധാരിണി. വിശ്വധാരിണി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, വിശ്വത്തെ ധരിക്കുന്നവളാണ് ദേവി, നിലനിർത്തുന്നവളാണ് ദേവി. ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങി നിർത്തുന്നത്, നിലനിർത്തുന്നതൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മളിപ്പോ ഒരു വസ്ത്രം എടുക്കുകയാണ്. വസ്ത്രത്തെ ധരിച്ചിരിക്കുന്ന എന്താണ്? ഊടും പാവുമായിട്ടുള്ള നൂല്. നമ്മളാ ധരിച്ചതല്ല പറയണ്ടേ. വസ്ത്രത്തെ എന്താണ് ധരിച്ചിരിക്കുന്നത്? നൂലാണ് വസ്ത്രത്തെ ധരിച്ചിരിക്കുന്നത്. അതുപോലെ ആഭരണത്തെ എന്താണ് ധരിച്ചിരിക്കുന്നത്? സ്വർണം, അല്ലെ? അതുപോലെ ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്നത് ആരാണ്? ദേവിയാണ്. അപ്പോ ഈ പ്രപഞ്ചത്തിന്റെ ഊടും പാവുമാണ് ദേവി. അതുകൊണ്ട് ദേവി വിശ്വത്തെ ധരിച്ചിരിക്കുകയാണ്. വിശ്വം എന്നുള്ളൊരു കുപ്പായം ഉണ്ടാക്കിയിട്ടല്ല ചെയ്യുന്നത്. വിശ്വം എന്ന് പറയുന്നത് തന്നെ ദേവിയാണ്. ആ ദേവിയിൽ തന്നെ ലയിക്കുന്നതുമാണത്. അപ്പോ ഈ പ്രപഞ്ചത്തെ ധരിച്ചിരിക്കുന്ന ദേവിയാണ്. ലോക സ്ഥിതികാരിണിയാണ് ദേവി. അതുകൊണ്ട് ലോകം നിലനിൽക്കുന്നത് ഈ ദേവിയിലാണ്. അതുകൊണ്ട് ദേവിയെ വിശ്വധാരിണി എന്ന് പറയുന്നു. അപ്പോ ഓം വിശ്വധാരിണ്യേ നമ എന്ന് പറഞ്ഞ് നമുക്ക് 760 നാമത്തിലേക്ക് കടക്കാം. ത്രിവർഗദാത്രി. ത്രിവർഗദാത്രി എന്താണ് ഈ ത്രിവർഗം? അപ്പോ ത്രിവർഗം, പുരുഷാർത്ഥം എന്താണെന്ന് നമുക്കറിയാം. ഒരു പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ പുരുഷൻ അർത്ഥിക്കുന്നത്. പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും എന്നുള്ള തരത്തിലല്ല ഇവിടെ. മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മാനവ ജീവിതത്തില് ഒരാള് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. എന്തൊക്കെയാണത്? 4 പുരുഷാർത്ഥങ്ങളുണ്ട്. ധർമ്മം, അതുപോലെ തന്നെ അർത്ഥം, കാമം, മോക്ഷം. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ. അപ്പോ ഇവിടെ ത്രിവർഗം എന്ന് പറയുന്നുള്ളൂ. ഒന്നിനെ മാറ്റി നിർത്തി. ഈ പുരുഷാർത്ഥങ്ങളില് ഒന്നിനെ മാറ്റി നിർത്തിയാൽ ത്രിവർഗമായി. എന്താ ത്രിവർഗം? മോക്ഷത്തെ മാറ്റി നിർത്തുന്നു. കാരണം അർത്ഥിക്കുന്നത് ധർമ്മം, അതുപോലെ അർത്ഥം, കാമം, ഇതൊക്കെ നമ്മളുടെ ആഗ്രഹങ്ങളാണ്, അല്ലെ? ഇപ്പൊ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും വേണം തോന്നും, അത് കഴിഞ്ഞാൽ പിന്നെയും വേണം തോന്നും. ധാരാളം കിട്ടിക്കഴിഞ്ഞാൽ ഇനി ആയാൽ കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാവും. കുറച്ചൊക്കെ എനിക്ക് കൊടുക്കാലോ, അതിന് ഇനി ഉണ്ടായിക്കോട്ടെ എന്നുള്ള അവസ്ഥ വരും. അപ്പോ ധർമ്മമാണെങ്കിലും അർത്ഥമാണെങ്കിലും കാമമാണെങ്കിലും ഇതൊക്കെ ഇങ്ങനെ ലിമിറ്റ്ലെസ് ആയിട്ട് നമ്മളെ എപ്പോഴും മനസ്സിനെ മതിക്കുന്നതാണ്. വർഗങ്ങളാണത്. കുറേ നമ്പർ ഉണ്ട്, കുറേ സാധനങ്ങൾ. എന്തുണ്ടായാലും അതെല്ലാം നമുക്ക് അതിന്റെ ഒന്നെങ്കിൽ ധർമ്മത്തിലേക്കോ അല്ലെങ്കിൽ അർത്ഥത്തിലേക്കോ അല്ലെങ്കിൽ കാമത്തിലേക്കോ അതിനെ നമുക്ക് ഗ്രൂപ്പാക്കി വെക്കാം. അതുകൊണ്ടാണ് ത്രിവർഗം എന്ന് പറയുന്നത്. അതേ സമയത്ത് മോക്ഷം പോയി കഴിഞ്ഞാൽ എന്തായി? പിന്നെ എല്ലാം നമുക്ക് വേണ്ടതെല്ലാം കിട്ടി, എല്ലാം ഇനി ഒന്നും വേണ്ട എന്നുള്ള അവസ്ഥയാണ്. ഒരു വർഗവും ഇല്ല അവിടെ. പിന്നെ ഗ്രൂപ്പൊന്നും വേണ്ട, ഒരു സുഖങ്ങളും സൗകര്യങ്ങളും ഒന്നും വേണ്ട. മോക്ഷം എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ജീവൻ മുക്തി എന്നുള്ള അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അതിന് വർഗമില്ല, അത് ഒന്നാണ്. മറ്റതെല്ലാം മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഈ ത്രിവർഗങ്ങളും പുരുഷാർത്ഥവും ഇത് രണ്ടും ദേവി തന്നെയാണ് നേടിത്തരുന്നത്. പക്ഷെ ത്രിവർഗങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. നമ്മളെ ധർമ്മത്തിലൂടെ നയിക്കണേ, എല്ലാ കാര്യങ്ങളും ധർമ്മനിഷ്ഠമായിട്ട് ചെയ്യാൻ എനിക്ക് സാധിക്കണേ എന്നുള്ള ഒന്ന്. അതുപോലെ തന്നെ ആ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ഞാൻ അർത്ഥം, എനിക്ക് ധാരാളം സമ്പാദിക്കാൻ പറ്റണം. അതുപോലെ തന്നെ ധർമ്മത്തിലും അധിഷ്ഠിതമായിട്ടുള്ള കാമങ്ങൾ മുഴുവൻ, അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പിന്നെ ഭഗവത്ഗീത ശ്ലോകം ഉച്ചരിച്ചതാണ്. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എല്ലാ കാമങ്ങളും ഞാൻ തന്നെയാണ്, എനിക്ക് പ്രിയമാണ് എന്ന് അർജുനനോട് പറയുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാമങ്ങളൊക്കെ ദേവി തന്നെയാണ്. അപ്പൊ ഇത് മൂന്നും, ഈ ത്രിവർഗങ്ങളും
തരുന്നവളാണ്, ധാത്രിയാണ്. ധർമ്മ അർത്ഥ കാമങ്ങളായിട്ടുള്ള നിരവധി വർഗങ്ങളായിട്ടുള്ള ആ ആ ത്രിവർഗങ്ങളെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ത്രിവർഗദാത്രി, ദാനം ചെയ്യുന്നവളാണ് ദേവി. അപ്പൊ ജീവിതത്തില് അനുഭവിക്കേണ്ട എല്ലാ സുഖങ്ങളും ദേവി പ്രദാനം ചെയ്യുന്നു ത്രിവർഗങ്ങളായിട്ട്. അത് കഴിഞ്ഞ് ജീവിച്ചിരിക്കുമ്പോഴും ജീവൻ മുക്തനായിട്ടും അല്ലെങ്കിൽ മരണശേഷം മോക്ഷപ്രാപ്തിയായിട്ടും ദേവി നമ്മളെ സദ്ഗതിയിലേക്ക് നയിക്കുന്നു. അതെല്ലാം ദേവി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ ത്രിവർഗദാത്രി, അതുപോലെ തന്നെ ഇത് ഒരു ജീവനില് ത്രിവർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയുമായിട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കുന്നതും ദേവിയാണ്. അവിടെയും ദേവി ത്രിവർഗദാത്രി എന്നുള്ള നാമത്തിൽ അറിയപ്പെടുന്നു. പക്ഷെ പ്രോമിനന്റ് ആയിട്ട് ത്രിവർഗം എന്ന് പറഞ്ഞാൽ പുരുഷാർത്ഥത്തിലെ ധർമ്മ അർത്ഥ കാമങ്ങളാണ്. അത് സുഖങ്ങൾ തരുന്നു നമുക്ക്, അതിനെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി ത്രിവർഗദാത്രി എന്ന് പറയും. ഇനി 761 നാമം സുഭഗ. സുഭഗ, സുഭഗ എന്ന് പറഞ്ഞാൽ ശോഭനമായിട്ടുള്ള ഭഗത്തോടു കൂടിയവൾ. ഭഗം എന്നുള്ളതിന്റെ പല അർത്ഥങ്ങൾ നമ്മൾ ഭഗവതി എന്ന് കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്. അപ്പോ ഭഗം എന്ന് പറഞ്ഞാൽ ശരിക്കും ഏറ്റവും ഇവിടുത്തെ യോജിച്ച അർത്ഥം ഐശ്വര്യം, മാഹാത്മ്യം, ശ്രേഷ്ഠം, കീർത്തി. അപ്പോ ദേവിക്ക് ഏറ്റവും ശോഭനമായിട്ടുള്ള, സു എന്ന് പറഞ്ഞാൽ ശോഭനം എന്നാണ് അവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോ ഏറ്റവും ശോഭനമായിട്ടുള്ള ഭഗത്തോടു കൂടിയവൾ, ഐശ്വര്യത്തോടു കൂടിയവൾ, കീർത്തിയോട് കൂടിയവൾ, വീര്യത്തോടു കൂടിയവൾ, എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ എന്ത് പറയുന്നു? സുഭഗ എന്ന് പറയുന്നു. ഇനി ഭഗൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ എന്നുള്ള അർത്ഥമുണ്ട്, നമ്മൾ നേരത്തെ കണ്ടതായിരുന്നു. അപ്പോ യാതൊരുവളുടെ അനുഗ്രഹത്താലാണോ സൂര്യൻ ശോഭയുള്ളവനും ആയിത്തീർന്നത്. ഇപ്പൊ ദേവിയുടെ സൂര്യനും ചന്ദ്രനും ദേവിയെ കുറേ കാലം തപസ് ചെയ്ത് ആരാധിക്കുകയാണ്. അങ്ങനെ ആരാധിച്ചിട്ട് ആ ദേവിയുടെ നഖത്തിൽ നിന്നും പ്രസരിക്കുന്ന ദീദിതി, ആ രശ്മികള്, ദേവിയുടെ കാൽപാദങ്ങളിലെ നഖത്തിൽ നിന്നും പ്രസരിക്കുന്ന രശ്മികള്, ആ രശ്മികൾ അവർ ഏറ്റുവാങ്ങാണ്. അങ്ങനെയാണ് സൂര്യനും ചന്ദ്രനും പ്രകാശ സ്രോതസ്സുകളായിട്ടുള്ള തേജോരൂപികളായി മാറിയത് എന്നാണ് പറയുന്നത്. അപ്പൊ ദേവിക്ക് നമ്മൾ പറയുന്നുണ്ട്, ദേവിയുടെ മൂന്ന് കണ്ണുകളും നമ്മൾ പറയുന്നുണ്ട്, ഒന്ന് സൂര്യനും ഒന്ന് ചന്ദ്രനും ഒന്ന് അഗ്നിയുമാണ് എന്ന് പറയുന്നത് പ്രകാശ സ്രോതസ്സുകൾ. ഇവിടെ ആ പ്രകാശം കിട്ടിയത് തന്നെ സൂര്യചന്ദ്രന്മാർക്ക് ദേവി ആരാധിച്ചിട്ടാണ്. അതുകൊണ്ട് ആ നഖദീതിയിൽ നിന്നും ദീദിതിയിൽ നിന്നും വന്ന പ്രകാശമാണ് സൂര്യനും ചന്ദ്രനും തേജോമയമാക്കി കൊടുത്തത്. അതുകൊണ്ട് ദേവി സുഭഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗൻ വളരെ എന്താ പറയാ, യാതൊരുവളുടെ അനുഗ്രഹത്താലാണോ സൂര്യൻ ശോഭയുള്ളവനായത്, ആ അനുഗ്രഹം കൊടുത്തവൾ സുഭഗ എന്നുള്ള അർത്ഥത്തിലും ഇവിടെ എടുക്കാം. ഇനി സുഭഗ എന്ന് പറഞ്ഞാൽ സുന്ദരി എന്ന് പറയാം. അതുപോലെ തന്നെ പ്രിയതമന് പ്രിയപ്പെട്ടവളാണ്, ഭർത്താവിന് പ്രിയപ്പെട്ടവളെയും സുഭഗ എന്ന് പറയുന്നു. ഇവിടെ ത്രിപുര സുന്ദരിയായ ദേവിയെക്കാളിലും സൗന്ദര്യവതിയായിട്ട് ആരും ഈ ബ്രഹ്മാണ്ടത്തിലില്ല. അതുപോലെ തന്നെ പരമശിവന്റെ പത്നിയാണ് ദേവി. അതുകൊണ്ട് ദേവി ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ്. എല്ലാ ജന്മത്തിലും പരമശിവന്റെ തന്നെ പത്നിയായിട്ട് ദേവി പല അവതാരങ്ങളും എടുത്തു വരും. അതുകൊണ്ട് ദേവി ഭർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവളുമാണ്. അപ്പോ ശരിക്കും ദേവി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഈ ആ നിർഗുണ രൂപമായിരിക്കുന്ന ആ പരമശിവന് സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയായി വിളങ്ങുന്നതാരാണ്? ദേവിയാണ്. അപ്പൊ ദേവി ഇവിടെ സൃഷ്ടിക്ക് പുരുഷനെ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയാണ്. അതുകൊണ്ട് ദേവി സുഭഗ എന്ന് പറയുന്നു. അപ്പോൾ ശോഭനമായിട്ടുള്ള ഐശ്വര്യത്തോടു കൂടിയവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ സുഭഗ എന്ന് പറയുന്നു. ഇനി 762 നാമം ത്രയംബക. ഇവിടെ ത്രയംബക എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പല സ്ഥലത്തും നമ്മള് യാ കൂട്ടുമ്പോ അതിന്റെ ആ ഒരക്ഷരം കൂടും, ഒരക്ഷരം കൂടുമ്പോ പ്രാസം തെറ്റിപ്പോകും. അപ്പോ ശരിക്കും ത്രംബക എന്നേ ഉള്ളൂ. അമ്പകം എന്ന് പറഞ്ഞാൽ നേരത്തെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അമ്പകം എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ണ്. ത്രിയംബക എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കണ്ണുകളോട് കൂടിയവൾ. സൂര്യചന്ദ്രന്മാരും പിന്നെ അഗ്നിയും ദേവിയുടെ 3 കണ്ണുകളാണ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അമ്പം എന്ന് എന്തുകൊണ്ട് കണ്ണിന് പേര് വന്നു? അംബ കരോതീതി അംബക. അംബ കരോതീതി അംബക. അപ്പൊ അമ്പം എന്ന് പറഞ്ഞാൽ അമ്പു എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം. അപ്പോ വെള്ളം വരുന്നതാണ് കണ്ണ്. അപ്പൊ കണ്ണുനീര് വരണം, അല്ലെങ്കിൽ അത് കണ്ണല്ല.
അല്ലെ? ഡ്രൈ ആയിട്ടുള്ള കാര്യമല്ല പറയുന്നത്. സാധാരണ മനുഷ്യന്റെ ഹൃദയം തരളമാവണം, എന്നാലേ കണ്ണുനീര് വരുള്ളൂ. കണ്ണുനീര് വരുന്നത് കൊണ്ടാണ് കണ്ണിന് അമ്പകം എന്ന് പേര് വന്നത്. നാളികേരത്തിന്റെ കണ്ണ് തുളച്ചാലും വെള്ളം വരും. അതുകൊണ്ടാണ് വെള്ളം വരുന്നതിനെ കൊണ്ടാണ് അതിന് അമ്പകം എന്ന് പേര്. അതുകൊണ്ട് നാളികേരത്തിന്റെ കണ്ണുകൾക്കും അമ്പകം, കണ്ണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, ആങ്ക് എന്ന് പറയും. അപ്പോ എന്താണോ വെള്ളം വരുന്നത് അതാണ് കണ്ണ് എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോ അമ്പകം എന്ന് പറഞ്ഞാൽ കണ്ണ് എന്നാണ് അർത്ഥം. ദേവിക്ക് 3 കണ്ണുകളാണുള്ളത്. അതുകൊണ്ട് ദേവി ത്രിയംബക എന്ന് പറയുന്നു. ഇനി അംബ എന്നുള്ള അമ്മ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നെങ്കിൽ ത്രിമൂർത്തികൾക്ക് അമ്മയായവളാണ് ദേവി, അല്ലെ? വിഷ്ണുവിനും ബ്രഹ്മാവിനും പരമശിവനും യുഗങ്ങൾ ആവർത്തിച്ചു വരുമ്പോൾ സൃഷ്ടികർത്തിയായിട്ട് അവർക്കൊക്കെ ജന്മം കൊടുക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവി അംബ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോ ദേവി അങ്ങനെയാണെങ്കിലും അംബയാണ്. അതുകൊണ്ട് ദേവിയെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ അമ്മയായിട്ടുള്ള ദേവിയാണ്. അതുകൊണ്ട് ദേവിയെ അംബ എന്ന് പറയുന്നു. ഇനി 763 നാമം ത്രിഗുണാത്മിക. ത്രിഗുണാത്മിക ത്രിഗുണാത്മിക എന്ന് പറഞ്ഞാൽ ത്രിഗുണങ്ങളുള്ളതാണ്. ത്രിഗുണങ്ങള് ആത്മസ്വരൂപമായിട്ടുള്ളത്. എന്താണ് ത്രിഗുണങ്ങള്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. നമ്മൾ കണ്ടു, സരസ്വതി, ദുർഗ, കാളി, അല്ലെ? സത്വഗുണം സരസ്വതിയായിട്ട് ദേവി ഇരിക്കുന്നു, രജോ ഗുണത്തിലെ ദുർഗയായി ദേവി ഇരിക്കുന്നു, തമോ ഗുണത്തിലെ കാളിയായിട്ട് ദേവി ഇരിക്കുന്നു. അപ്പൊ ഈ 3 രൂപങ്ങളും ദേവി തന്നെയാണ്. 3 രൂപങ്ങളായിട്ട്, 3 ഭാവങ്ങളായിട്ട് ഈ ചരാചരങ്ങളില് ദേവി മായയായിട്ട് വസിക്കുകയാണ്. സത്വഗുണങ്ങളായിട്ടും രജോ ഗുണങ്ങളായിട്ടും തമോ ഗുണങ്ങളുമായിട്ട് ദേവി സകല ചരാചരങ്ങളിലും മായാരൂപിണിയായിട്ട്, ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ മായയായി, അപ്പൊ ആ മായാരൂപിണിയായിട്ട് ദേവി വസിക്കുകയാണ്. ഇതിന്റെയൊക്കെ കോമ്പിനേഷനാണ് നമ്മളൊക്കെ, നമ്മുടെയൊക്കെ ഓൾ ക്യാരക്ടേഴ്സ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്സ്, ഓൾ എനി അതർ അനിമൽ ഈസ് ബേസിക്കലി എ കോമ്പിനേഷൻ ഓഫ് സത്വഗുണ, രജോ ഗുണ ആൻഡ് തമോ ഗുണ. അതുകൊണ്ട് ദേവി തന്നെ വിളയാടിയിട്ടാണ് ഈ കോമ്പിനേഷൻസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേവി ത്രിഗുണാത്മിക എന്ന് പറയുന്നു. ഗുണത്രയങ്ങളുടെ സാമരസ്യമാണ് ദേവി. ഈ 3 ഗുണങ്ങളും ഉപയോഗിച്ചാണ് ദേവി സൃഷ്ടി നടത്തുന്നത്. ദേവി തന്നെ സൃഷ്ടി നടത്തുന്നതും ദേവിയായിട്ട് മറ്റുള്ള ജീവജാലങ്ങളിലൂടെ സൃഷ്ടി നടത്തുന്നതും, അതുപോലെ തന്നെ അതിനെ പരിപാലിക്കുന്നതും, അതുപോലെ തന്നെ അതിനെ സംഹരിക്കുന്നതും ദേവി തന്നെയാണ്. ഈ മായ എന്ന് പറയുന്ന ഈ 3 ത്രിഗുണാത്മികമായിട്ടുള്ള ഗുണങ്ങളാൽ, സത്വ രജോ തമോ ഗുണങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദേവിയെ ത്രിഗുണാത്മിക എന്ന് പറയുന്നു. അങ്ങനെ 146 ശ്ലോകം കഴിഞ്ഞു. ഇനി 147 ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നമുക്ക്. സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പ നിഭാകൃതി ഓജോവതീ ദുദിതര യജ്ഞരൂപാ പ്രിയവ്രത. സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പ നിഭാകൃതി ഓജോവതീ ദ്യുതിതര യജ്ഞരൂപാ പ്രിയവ്രത. 764 മുതൽ 770 വരെയുള്ള 7 നാമങ്ങൾ ഓരോന്നായിട്ട് കാണാം. സ്വർഗാപവർഗത ഒരു നാമമാണ്. സ്വർഗാപവർഗത, അവിടെ സ്വർഗതയും അപവർഗതയും. സ്വർഗത, അപവർഗത. സ്വർഗം, അപവർഗം ഇവ ദാനം ചെയ്യുന്നവൾ. സ്വർഗം എന്താണെന്ന് എല്ലാവർക്കും പിടികിട്ടി. ഈ അപവർഗം എന്താണ്? സ്വർഗം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളുടെ സനാതന ധർമ്മം അനുസരിച്ചിട്ട് സത്കർമ്മങ്ങൾ ചെയ്യുന്ന സജ്ജനങ്ങൾക്ക് കിട്ടുന്ന സുഖ അനുഭവങ്ങളാണ് സ്വർഗം. അപ്പോ ഇനിയിപ്പോ സ്വർഗത്തിൽ പോയി എന്ന് പറഞ്ഞാലും എന്താണ്? ഒരു പീരീഡില് നമ്മളുടെ കർമ്മം കഴിയുന്നത് വരെ നമ്മൾ അനുഭവിക്കുന്ന, ടെമ്പററി ആയിട്ട് അനുഭവിക്കുന്ന, മരണശേഷമാണെങ്കിൽ അതിന് സ്വർഗം എന്ന്. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒക്കെ സ്വർഗം തന്നെയാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ജീവിക്കുന്നു. സ്വർഗമാണ്. നമ്മുടെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ സ്വർഗങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൽക്കർമ്മങ്ങൾ ചെയ്തവർക്ക് കിട്ടുന്ന, കാലാകാലങ്ങൾ കിട്ടുന്ന ആ പുണ്യത്തിന് അനുയോജ്യമായിട്ടുള്ള സുഖമാണ് സ്വർഗം എന്ന് പറയുന്നത്. അപ്പോ ഈ പരലോകത്തെയോ ഇഹലോകത്തെയോ ഒക്കെ സുഖത്തെ സ്വർഗം എന്ന് പറയുന്നു. അപ്പോൾ സൽക്കർമ്മം, പുണ്യം, സുഖം, സ്വർഗം, അതാണ് അതിന്റെ സീക്വൻസ്. ഇനി അപവർഗമോ? അപവർഗം എന്ന് പറഞ്ഞാൽ വർഗങ്ങളില്ലാത്തത്. നേരത്തെയും പറഞ്ഞു നമ്മള്, അല്ലെ? നേരത്തെ
ഏതാണ് നമ്മളൊരു വർഗത്തിന്റെ ത്രിവർഗദാത്രി എന്ന് വെച്ചാൽ മോക്ഷം എന്തായിരുന്നു? വർഗമില്ലാത്തതാണ്, ഗ്രൂപ്പില്ല. അപ്പൊ ഇവിടെ അപവർഗം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? വർഗങ്ങളിൽ പെടാത്തത്. അതെന്താണ്? ത്രിവർഗത്തിൽ പെടാത്തത്. ധർമ്മം, അർത്ഥം, കാമം, ഈ മൂന്നെണ്ണത്തിലും പെടാത്തത് എന്താണ്? മോക്ഷം, കൈവല്യം. അപ്പോ അപവർഗം എന്ന് പറഞ്ഞാൽ നിത്യമാണ്. അതാണ് മോക്ഷം, അതാണ് കൈവല്യം എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ മുക്തനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ കൈവല്യം നേടിയാലും, അല്ലെങ്കിൽ കർമ്മങ്ങൾ വളരെ നന്നായി ചെയ്ത് അതിനുശേഷം മോക്ഷം കിട്ടിയാലും അവിടെ പിന്നെ വർഗങ്ങളില്ല. പിന്നെ ഇതൊന്നും വേണ്ട. ടെമ്പററി സ്വർഗത്തിന്റെ ആവശ്യമില്ല. അതാണ് നമ്മളുടെ സ്വർഗവും മറ്റ് സെമന്റിക് മതങ്ങളുടെ സ്വർഗവും. സെമറ്റിക് മതങ്ങളിൽ എങ്ങനെയാണ്? സെമറ്റിക് മതങ്ങൾ പറയുന്നത് നല്ല കർമ്മം ചെയ്തോ കല്ലറയെ തന്നെ നിങ്ങൾ ഇരിക്കും, പിന്നെ നിങ്ങൾ അവിടുന്ന് നേരത്തെ ഈ ബോഡി തന്നെ സ്വർഗത്തിൽ പോവും. ചിലവർ പറയും 72 ഹൂറിമാരോ, ചിലവർ പറയും അവിടെ സ്വർഗത്തിൽ പോവും എന്നൊക്കെ പറയും. നമ്മൾ കർമ്മം ചെയ്തതിനനുസരിച്ച് കിട്ടുന്ന ടെമ്പററി സുഖമാണ് നമുക്ക് സ്വർഗം. അത് പെർമനന്റ് അല്ല. പെർമനന്റ് ആയിട്ടുള്ള ഒരേ ഒരു വസ്തു നമുക്ക് മോക്ഷമാണ്, കൈവല്യമാണ്, ജീവൻ മുക്തിയാണ്. അതിന് അപവർഗം എന്ന് പറയും. അത് നിത്യമാണ്. അതേസമയത്ത് സ്വർഗം അനിത്യമാണ്. ഇനിയോ സ്വർഗദാത്രി, ത്രിവർഗദാത്രി ആരാണ്? സുഖങ്ങൾ തരുന്നത് ആരാണ്? ദേവി തന്നെയാണ്. അപവർഗം, മുക്തി തരുന്നതും മോക്ഷം തരുന്നതും ആരാണ്? ദേവി തന്നെയാണ്. ഇത് രണ്ടും ദേവി കൃപയുണ്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ദേവി സ്വർഗാപവർഗത, വളരെ മനോഹരമായിട്ടുള്ള ഒരു നാമമാണ്. വളരെ മനസ്സിനെ തട്ടുന്ന നാമമാണ്. വളരെ സന്തോഷം ജനിപ്പിക്കുന്ന നാമമാണ്. അർത്ഥവത്തായിട്ടുള്ള നാമമാണ് സ്വർഗാപവർഗത. സ്വർഗവും അപവർഗവും രണ്ടും മനസ്സിലാക്കണം. സ്വർഗം എന്ന് പറഞ്ഞാൽ മരിച്ചു സ്വർഗത്ത് പോയി എന്നല്ല ഇവിടുത്തെ ഉദ്ദേശം. എന്ത് നിങ്ങള് ഇന്ന് അനുഭവിക്കുന്നുവോ നന്നായിട്ട് സന്തോഷം തരുന്നത് അതൊക്കെ സ്വർഗമാണ്. സ്വർഗതുല്യമായ സുഖം കിട്ടി എന്നാണ് പറയാ. അപ്പോ അല്ലെ, നല്ല ചൂടുള്ളപ്പോ റൂമിൽ വന്ന് അല്ലെങ്കിൽ ഒരു മരത്തിന്റെ തണലിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഒരു കുളിർകാറ്റ് വീശിക്കഴിഞ്ഞാൽ അതും സ്വർഗതുല്യം തന്നെയാണ് ആ സമയത്ത്. അപ്പോ സ്വർഗം എന്ന് പറഞ്ഞാൽ ആ ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങൾക്കൊക്കെ സ്വർഗം എന്ന് പറയും. അത് ഇവിടെ ഇഹലോകത്താണെങ്കിലും വേണ്ടില്ല, പരലോകത്താണെങ്കിലും വേണ്ടില്ല. അതേ സമയത്ത് മുക്തിയാണ്, നിത്യമാണ്. എന്ത്? മോക്ഷം. അതിനെ എന്തു പറയും? അപവർഗം എന്ന് പറയും. ഇത് രണ്ടും ദാനം ചെയ്യുന്നവളാണ് ദേവി. സ്വർഗാപവർഗത എന്ന് പറയും. അപ്പൊ സ്വർഗസുഖവും മോക്ഷവും ദേവി തന്നെയാണ് നൽകുന്നത്. ഇനി മറ്റൊരു തരത്തിൽ ഇതിന് പവർഗം എന്നുള്ളതിൽ അപവർഗവും പവർഗവും ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ പവർഗ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാവും? സ്വർഗ പവർഗ. പവർഗം എന്ന് പറഞ്ഞാൽ പ എന്നുള്ള വർഗങ്ങൾ. പ എന്നുള്ള വർഗങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ, ഭ, ബ, ഭ, മ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാപം, പ ഫോർ പാപം, ഫ ഫോർ ഫലം, പാപം ചെയ്ത് കഴിഞ്ഞാൽ ഫലം ഉണ്ടായിരിക്കും. ബ ഫോർ ബന്ധം, ബന്ധം എന്ന് പറഞ്ഞാൽ കെട്ട് പണഞ്ഞു കിടക്കുക എല്ലാറ്റിലും. ബ ഫോർ ബന്ധം, ഭ ഫോർ ഭയം, അത് കഴിഞ്ഞാൽ മ ഫോർ മരണം. അപ്പൊ ഇതൊക്കെ എന്താണ്? ഇതിൽ പെടാത്തതാണ് അപവർഗം. ഇതിൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും കഴിഞ്ഞു. നമ്മളുടെ പാപവും ഫലവും ബന്ധനങ്ങളും ബന്ധങ്ങളും ഭയവും മരണവും ഇതിന്നൊക്കെ മാറി നിൽക്കുന്നത് എന്താണ്? അപവർഗം. അതാണ് മുക്തി. അപ്പോ പവർഗവും അപവർഗവും എന്നെടുത്താലും ഇങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. പക്ഷെ ശരിയായിട്ടുള്ള വ്യാഖ്യാനം സ്വർഗം അപവർഗം എന്നുള്ളതാണ്. ഓം സ്വർഗാപവർഗാദയ നമ എന്ന് പറഞ്ഞ് നമുക്ക് 765 നാമത്തിലേക്ക് പോവാം. ശുദ്ധ. ശുദ്ധ എന്ന് പറഞ്ഞാൽ പ്യോർ, പ്യോറസ്റ്റ് ഓഫ് പ്യോർ. അപ്പൊ എന്താണ്? അവിദ്യയാകുന്ന അഴുക്ക് പറ്റാത്തവളാണ് ശുദ്ധ. മറ്റത് കഴുകിയെടുത്ത് വെള്ളത്തിൽ കഴുകിയെടുത്ത സ്ഫടികം ശുദ്ധമാണ്. കുറച്ചു കഴിഞ്ഞാൽ പൊടി വന്നാൽ പൊടി മൂടും. അതല്ലേ, ഒരാഴ്ച അതിനെ എടുത്തു വെച്ചു, നല്ല സ്ഫടികം തിളങ്ങുന്നത്. പുറത്തു വെച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച ഉള്ള സ്ഫടികാണോന്ന് അറിയാത്ത രീതിയിൽ അതിന്റെ മുകളിൽ പൊടി പറ്റിപ്പോവും. അതേ സമയത്ത് അഴുക്ക് പറ്റാത്ത ഒരേ ഒരു വസ്തുവുള്ളൂ, അവിദ്യ എന്ന മാലിന്യം. അത് പറ്റി കഴിഞ്ഞാൽ പിന്നെ അത് പറ്റാത്തത് ഒക്കെ ശുദ്ധമാണ്. അവിദ്യയാണ്. മനസ്സില് അവിദ്യ ഇല്ലെങ്കിൽ എല്ലാം ശുദ്ധമായി മാറും. അപ്പൊ ആ മാലിന്യമില്ലാത്ത അവസ്ഥയാണ് ഇവിടെ. പരമനിർമ്മലയായവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ശുദ്ധ എന്ന് വിളിക്കുന്നു. യാതൊരു തരത്തിലുള്ള അശുദ്ധിയും ഇല്ലാത്തവളാണ് ദേവി.
നിർമ്മല എന്നുള്ള നാമം നമ്മൾ കണ്ടു, നിരഞ്ജന എന്നുള്ള നാമം നമ്മൾ കണ്ടു, നിരവധ്യ എന്നുള്ള നാമം നമ്മൾ കണ്ടു, നിർലേപ എന്നുള്ള നാമം കണ്ടു. അത് കഴിഞ്ഞാൽ നിഷ്കളങ്ക എന്നുള്ള നാമം കണ്ടു, ശുദ്ധ മാനസ എന്നുള്ള നാമം കണ്ടു. എത്ര നാമങ്ങൾ കണ്ടു. ഇതൊക്കെ പോരായിട്ട് ശുദ്ധ എന്നുള്ള നാമം വരുന്നു. ദേവിയുടെ എല്ലാവിധ ക്വാളിറ്റികളും ഓരോ നാമത്തിലും നമുക്ക് കാണിച്ചു തരാണ് എങ്ങനെയാണ് നമ്മൾക്കും ആ നിർമ്മലവും നിരഞ്ജനവും അതുപോലെ തന്നെ നിർലേപവുമായിട്ടുള്ള നിഷ്കളങ്കവുമായിട്ടുള്ള ശുദ്ധ മാനസത്തെ ഉണ്ടാക്കേണ്ടത് എന്ന് ദേവിയുടെ ഓരോ നാമങ്ങളും നമുക്ക് കാണിച്ച ഇവയെല്ലാം കൂടുന്നതാണ് ആ കൂടുന്ന ദേവിയാണ് ശുദ്ധ എന്നറിയപ്പെടുന്ന ദേവി. അപ്പോ ഇനി ഇത് മാത്രമല്ല, തന്റെ ഭക്തന്മാർക്ക് അവരിലേക്ക് അജ്ഞാനം വരുമ്പോ അതൊക്കെ നശിപ്പിച്ച് കളങ്കങ്ങൾ മാറ്റിയിട്ട് ജ്ഞാനികളും ശുദ്ധന്മാരുമാക്കുന്നവളാണ് ദേവി. അതുകൊണ്ടും ദേവിയെ ശുദ്ധ എന്ന് പറയുന്നു. അപ്പൊ ദേവിയെ മുറുകെ പിടിച്ചോളൂ, ദേവി തന്നെ ആ പാപചിന്തകളെയൊക്കെ മാറ്റിത്തരും എന്നുള്ളതാണ്. ഓം ശുദ്ധായേ നമ എന്ന് പറഞ്ഞ് 766 നാമത്തിലേക്ക് പ്രവേശിക്കാം. ജപാ പുഷ്പ നിഭാകൃതി. ജപാ പുഷ്പ നിപാകൃതി. അപ്പൊ ജപാ പുഷ്പം എന്താണ്? ജപാ പുഷ്പം, ജപാ പുഷ്പം എന്ന് പറഞ്ഞാൽ ചെമ്പരത്തിപ്പൂവ്. അപ്പേ ജപാ പുഷ്പം പല സ്ഥലത്ത് നമ്മൾ കണ്ടു. ദേവിക്ക് ഇവിടെ ആകൃതി എന്ന് പറഞ്ഞാൽ ഷേപ്പ് അല്ല, ചെമ്പരത്തിപ്പൂവിന്റെ ആകൃതിയാണ് ദേവിക്ക് എന്ന് തെറ്റിദ്ധരിക്കരുത്. ആകൃതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിറം മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിഭം എന്ന് പറഞ്ഞാൽ സമാനമായിട്ടുള്ളത്, ഈക്വൽ ആയിട്ടുള്ളതെന്ന്. അപ്പൊ ജപാപുഷ്പത്തിന്റെ സമാനമായിട്ടുള്ള നിറത്തോടു കൂടിയവൾ ആണ് ദേവിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ നിറത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, സാദൃശ്യത്തെയാണ്, നിറത്തിന്റെ സാദൃശ്യത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട് സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം, സിന്ദൂരാരുണ വിഗ്രഹമാണ്. അപ്പോ ചുവപ്പ് നിറവും ദേവിയും തമ്മില് അഭേദ്യമായ ബന്ധമാണ്. അരുണാം കരുണാതരംഗിതാക്ഷിം എന്ന് പറയുമ്പോഴും അരുണവർണ്ണമാണ്. നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല എന്ന് പറയുമ്പോഴാണ് ആ നിജാരുണ പ്രഭാപൂര മജ്ജത്, ആ അരുണപ്രഭയാൽ ഈ ബ്രഹ്മാണ്ഡ മണ്ഡലത്തെ മുഴുവൻ മുക്കിക്കളയാണ്. മജ്ജത് എന്ന് പറഞ്ഞാൽ മുക്കിക്കളയാണ് ദേവി. അപ്പൊ അവിടെയും ദാഡിമി കുസുമപ്ര, ദാഡിമി കുസുമം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാടത്തിന്റെ കുസുമം പോലെ, മാതള നാരങ്ങയുടെ കുസുമം പോലെ തന്നെ ചുവപ്പ് നിറമുള്ള ദേവി. സർവാരുണ കണ്ടിട്ടുണ്ട്, സർവാരുണ അനവദ്യാംഗി, സർവാരുണ കംപ്ലീറ്റ് അരുണവർണ്ണമുള്ളവളാണ് ദേവി. ഈ നാമങ്ങളിലൊക്കെ ദേവിയുടെ ചുവപ്പ് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ജപാ പുഷ്പ നിഭാകൃതി, ചെമ്പരത്തിപ്പൂവിന്റെ നിറമുള്ളവളാണ്, അതിന്റെ അതുപോലത്തെ നിറമുള്ളവളാണ് ദേവി. അതുകൊണ്ട് ദേവിയെ ജപാ പുഷ്പ നിഭാകൃതി എന്ന് വിളിക്കുന്നു. ഇനി 767 നാമം ഓജോവതി. ഓം ഓജോവത്യേ നമ എന്നാണ് അവിടെ പറയാ. അപ്പൊ ഓജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബലവും കാന്തിയും. നമ്മുടെ ശരീരത്തിനൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ബലവും കാന്തിയും, ജീവസുറ്റുള്ള ഒരു ശരീരത്തിൽ ഉണ്ടാവുന്ന ബലത്തെയും കാന്തിയെയുമാണ് ഓജസ് എന്ന് പറയുന്നത്. അപ്പോ ശരിക്കും പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ ശരീരത്തില് ബലവും അതുപോലെ തന്നെ ദീപ്തവും പ്രകാശിതവുമായിട്ടുള്ള കാണപ്പെടുന്ന ആ ചൈതന്യം അതാരാണ്? അതാണ് ഓജോവതി എന്നറിയപ്പെടുന്ന ദേവി. അപ്പോ ഈ ശരീരത്തിലുള്ള ആ ചൈതന്യം, ഈ ബ്രഹ്മാണ്ടത്തിലെ ചരാചരങ്ങളിലുള്ള ആ ചൈതന്യം, ആ ഓജസ് കൊടുക്കുന്നത് ദേവി തന്നെയാണ്. അതുകൊണ്ട് ദേവി ഓജോവതി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. ശരിക്കും ഒരു ആരോഗ്യ ലക്ഷണമുള്ള കാന്തി, അതാണ് ഓജസ്. ആ കാന്തിയുടെ ഉറവിടമാരാണ്? ദേവിയാണ്. ഇപ്പോ ദേവി ഉപാസകരിലൊക്കെ ഈ ഓജസ് വളരെ കൃത്യമായിട്ട് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോ ഓജോവതി എന്നുള്ള നാമം, ദേവി ഓജസ്സായിട്ട് ബലവും കാന്തിയുമായിട്ട് തന്റെ ഭക്തരുടെ ചിത്തങ്ങളിലും ശരീരങ്ങളിലും വിളങ്ങുന്നു എന്നാണ്. ഇനി 768 നാമം ദ്യുതിധര. അപ്പൊ ഓജസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടേ? ദ്യുതിധര. ദ്യുതിധര, 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 ദ്യുതിയെ ധരിക്കുന്നവൾ, ദ്യുതിയെ ധരിക്കുന്നവൾ. ദ്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകാശം, കാന്തി, ശോഭ, ഇതിനൊക്കെ ദ്യുതി എന്ന് പറയും. ഇനിയോ പ്രകാശവലയം, നമ്മള് ഓറ, ഇപ്പൊ ഭഗവാന്റെ ഒക്കെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഒരു ഓറ വരച്ചിട്ടുണ്ടായിരിക്കും, ഒരു പ്രകാശവലയം ശിരസിന് വരുന്നത്, എമിറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രകാശവലയത്തെ കാണും. എനർജി ഫീൽഡ് നമുക്ക് പറയാൻ. അപ്പോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ലൈഫ് ഫോഴ്സ്. നിർവികാരമായിട്ടുള്ള ഒരു ജീവിയിൽ അത് കാണില്ല. എവിടെയാണോ ലൈഫ് ഫോഴ്സ് ഉള്ളത്, പ്രാണന്റെ ചൈതന്യം എവിടെയാണോ ഉള്ളത്,
അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഈ ഓറ, അല്ലെങ്കിൽ ഈ കാന്തി വലയം, അല്ലെങ്കിൽ ആ പ്രകാശ വലയം, ആ ചൈതന്യം അത് കാണുന്നത്. ഇപ്പോ ക്ഷേത്രങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില ചില വിഗ്രഹങ്ങളൊക്കെ എത്ര കണ്ടാലും മതിയാവില്ല. അതിന്റെ കാരണം എന്താണ്? ഞാൻ അവിടെ പോയി എന്ന് പറയാൻ ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ടാണോ? അല്ല, ആ കാന്തി നമ്മളെ ആകർഷിക്കുകയാണ്. ഒരു വട്ടം തൊഴുതു കഴിഞ്ഞാൽ പിന്നെയും ഒരു വട്ടം കൂടി തൊഴുകണമെന്നും, പിന്നെയും ഒരു വട്ടം കൂടി തൊഴുകണമെന്നും, ചിലപ്പോൾ 7 പ്രാവശ്യമൊക്കെ നമുക്ക് തിരക്കുണ്ടെങ്കിലും പോയി തൊഴുകാൻ തോന്നും. കണ്ടതും മതിയായില്ലേ തോന്നും. അതെന്താണ് കാരണം? ആ ഓറ, ആ കാന്തിയാണ് അതിന് കാരണം. അപ്പോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ദർശനം ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. ഇനി ദ്യുതിധരൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവാണ്. അപ്പോ ദ്യുതിധര എന്ന് പറഞ്ഞാൽ ലക്ഷ്മി രൂപിണിയായിട്ടുള്ള ദേവിയാണ്. അപ്പോ മഹാലക്ഷ്മിയായിട്ടുള്ള ദേവിയാണ് ദ്യുതിധര എന്ന് പറയുന്നത്. ഇനി ശാസ്ത്രം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ കിർലിയൻ ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമേജിംഗ് സിസ്റ്റം ഉണ്ട്. ഇമേജ് ചെയ്യാറുള്ള ഫോട്ടോ എടുക്കുക. കിർലിയൻ ആരാണത്? സിമിയോൺ കിർലിയൻ എന്നുള്ളൊരു ശാസ്ത്രജ്ഞൻ. കുറെ പഴയ ശാസ്ത്രജ്ഞനാണ്, അപ്പൊ അടുത്തുള്ളതൊന്നുമല്ല. അപ്പൊ അദ്ദേഹം 70-ലോ 75-ലോ ഒക്കെ ആയിട്ടാണ്, 77-ആണെന്ന് തോന്നുന്നു. ആരാണ്? സിമിലിയോൺ കിർലിയൻ. ഈ കിർലിയൻ എന്ന ശാസ്ത്രജ്ഞൻ വസ്തുക്കളെയും, ജീവനുള്ള വസ്തുക്കളെയും, ചേതനവും അചേതനവുമായുള്ള വസ്തുക്കളെ ഒരു മെറ്റാലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഒരു ഇലക്ട്രിക്കൽ ഫീൽഡ് കടത്തിവിട്ടിട്ട് അതിൽ നിന്ന് ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ജീവികൾക്കൊക്കെ ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഓറ ആ ഫോട്ടോയിൽ തെളിഞ്ഞു കാണും. അപ്പോ ഇത് സചേതനമായിട്ടുള്ള ജീവികളില് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഓറ കാണും. അതേസമയത്ത് അചേതനമായിട്ടുള്ള വസ്തുക്കളാണെങ്കിൽ കുറച്ച് ഓറ ഉണ്ടായിരിക്കും, പക്ഷെ വളരെ ഷെയ്ഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ ഇതിനെ അദ്ദേഹം തിയറിയൊക്കെ എഴുതിയിട്ടുണ്ട്, ഈ നമ്മുടെ സിമിലിയോൺ കിർലിയൻ. സിമിലിയോൺ കിർലിയൻ ഇങ്ങനെ ഈ ഓറ കണ്ടത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്ക് പ്രത്യേകിച്ചും ആ ഓറയുണ്ട്, അല്ലെങ്കിൽ ആ പ്രകാശ വലയമുണ്ട്. ആ പ്രകാശ വലയമാണ് ദ്യുതിധര എന്നുള്ള നാമത്തിൽ വിളങ്ങുന്ന, ആ ജീവചൈതന്യമായിട്ട് വിളങ്ങുന്ന ദേവി. അതിന് ദ്യുതിധര എന്ന് പറയുന്നു. 768 നാമം. ഇനി 769 നാമം യജ്ഞരൂപ. യജ്ഞരൂപ എന്ന് പറഞ്ഞാൽ യജ്ഞം രൂപമായിട്ടുള്ളവൾ, യജ്ഞസ്വരൂപിണി തന്നെയാണ് ദേവി. യജ്ഞോ വൈ വിഷ്ണു, തൈത്തിരീയോപനിഷത്ത് പറയുന്ന ശ്രുതിവാക്യമാണ് യജ്ഞോ വൈ വിഷ്ണു എന്ന്. യജ്ഞം വിഷ്ണു തന്നെയാണ്. വിശ്വവ്യാപിയായ ശക്തിക്കാണ് വിഷ്ണു എന്ന് പറയുന്നത്, അല്ലെ? വിഷ്ണു എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വിശ്വവ്യാപിയായിട്ട് ഇരിക്കുന്ന ആ ചൈതന്യം, അതിനെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. അപ്പോ വിശ്വവ്യാപിയായിട്ടിരിക്കുന്ന ശക്തിയാണ് ദേവി. എല്ലാറ്റിനെയും നിലനിർത്തുന്ന ശക്തിയാണ് ദേവി. അതുകൊണ്ട് യജ്ഞരൂപിയാണ് ദേവി. അപ്പോ വിഷ്ണു രൂപിണിയായ ദേവിയാണ് യജ്ഞരൂപ എന്നുള്ളത്. ഇനി ഇവിടെ നാരായണീയത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം, ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസ വിഭോ സോമേ വീര്യം വരദ ഗലദേശേ അപ്യുപസദ എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാട്. ഗ്രഹാജിഹ്വായാം തേ പരപുരുഷ കർണേ ച ചമസ വിഭോ സോമേ വീര്യം വരദ ഗലദേശേ അപി ഉപസദ എന്ന് വെച്ച് കഴിഞ്ഞാൽ യജ്ഞവരാഹമായിട്ടിരിക്കുന്ന വിഷ്ണുവിനെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. എന്താണ് എന്നാണ് ഭട്ടതിരിപ്പാട് ഈ ചെറിയ ശ്ലോകത്തിലൂടെ. ഇതിനെ ശരിക്കും ഹരിവംശത്തില് വളരെ ഗംഭീരമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വളരെ ചുരുക്കിയിട്ട് പറയുകയാണ് എന്താണെന്ന്. ഈ മൂർത്തിക്ക് എങ്ങനെയാണ്? ഇതിന്റെ ത്വക്ക് ഛന്ദസ്സുകളാണ്, രോമങ്ങള് എന്താണ് ത്വക്ക് ഛന്ദസ്സുകള്, അത് കഴിഞ്ഞാൽ കണ്ണ് ആജ്യമാണ്, കാലുകള് 4 ഹോതാക്കളാണ്, മുഖം സ്രുവമാണ്, അതുപോലെ ഉദരം പുരോഡശ പാത്രമാണ്, ജിഹ്വ സോമരസ പാത്രമാണ്, കാതുകള് ചമസങ്ങളാണ്, രേതസ് സോമരസം തന്നെയാണ്, ഗലദേശ അഭ്യുപസത വിഭോ സോമേ വീര്യം എന്നാണ് പറയുന്നത്. അപ്പോ ഈ യജ്ഞവരാഹ രൂപത്തെ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. യജ്ഞവരാഹ രൂപം ആരാണ്? ദേവി തന്നെയാണ് എന്നാണ് യജ്ഞരൂപ എന്ന നാമത്തിൽ പറയുന്നത്. അപ്പൊ യജ്ഞം സ്വരൂപമായിട്ടുള്ളവളാണ്, അല്ലെങ്കിൽ യജ്ഞവരാഹ സ്വരൂപിണിയായിട്ടുള്ളവളാണ് ദേവി. അതിനെ ദേവി തന്നെയാണ് എന്ന് പറയുന്നു. ഇനി യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യജ്ഞം എന്നുള്ള വാക്കുണ്ടായിരിക്കുന്നത്. യജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദേവപൂജ. പൂജയ്ക്കാണ് യജ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മുടെ സ്പിരിച്വൽ പൂജകൾക്ക്, യാഗങ്ങൾക്ക്, അതുപോലെ തന്നെ പൂജകൾക്കൊക്കെ യജ് എന്ന് പറയുന്നു. അപ്പൊ ദേവപൂജ.
അപ്പോ പ്രകൃതി പൂജ, ദേവപൂജ, ഈ യജ് അത് ചെയ്യുന്ന അത് ആ അതാണ് യജ്ഞം എന്ന് പറയുന്നത്. ആ പൂജകൾക്ക്, ആ യജ്ഞം, ആ പൂജകളൊക്കെ ദേവി സ്വരൂപം തന്നെയാണ്. അതുകൊണ്ട് ദേവി യജ്ഞരൂപ എന്ന് പറയുന്നു. ഇനി യജ് എന്ന് പറഞ്ഞാൽ ത്യാഗം എന്നുള്ള അർത്ഥമുണ്ട്. ത്യജിക്കുക, ത്യജിക്കുകയാണ് ചെയ്യുന്ന യജ്ഞം ചെയ്യുമ്പോൾ. അപ്പോ സ്വന്തം താല്പര്യം ത്യജിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വ നന്മയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് യജ്ഞം. ഒരാളും ഒരു യജ്ഞം ചെയ്യുമ്പോൾ എനിക്ക് നന്മ വരണേ എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അത് വിശ്വ നന്മയ്ക്കായിട്ടാണ് യജ്ഞം ചെയ്യുന്നത്. സോമയാഗമാണെങ്കിലും എന്താണെങ്കിലും എല്ലാവരുടെയും സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോ ത്യജിക്കുക, സ്വന്തം താല്പര്യം ത്യജിച്ച് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന യജ്ഞമാണ്. അതിൻ്റെയൊക്കെ സ്വരൂപമായിരിക്കുന്ന ദേവിയാണ്. അതുകൊണ്ട് ദേവി യജ്ഞസ്വരൂപ. ഇനി പ്രിയവ്രത, ഈ നാമത്തിലെ 147 നാമത്തിലെ അവസാനത്തെ ശ്ലോകമാണ്, നാമമാണ്, 770 നാമമാണ് പ്രിയവ്രത. പ്രിയവ്രത, വ്രതങ്ങളെ പ്രിയമുള്ളവർ. ദേവിക്ക് വ്രതങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. എല്ലാവരും നല്ലോണം നേരത്തെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് കുറിയൊക്കെ തൊട്ട് നല്ല സാരിയൊക്കെ എടുത്ത് വസ്ത്രമൊക്കെ എടുത്ത് നാമമൊക്കെ ചൊല്ലി നൈവേദ്യമൊക്കെ ഉണ്ടാക്കി ഭജിച്ച് എന്നിട്ട് അങ്ങനെ വ്രതം അനുഷ്ഠിക്കുക. അപ്പൊ വ്രതം പ്രിയമായുള്ളവളാണ് ദേവി. തിങ്കളാഴ്ച വ്രതം, വെള്ളിയാഴ്ച വ്രതം, ഏകാദശി വ്രതം, നവരാത്രി വ്രതം, ശ്രാവണ വ്രതം, മണ്ഡല വ്രതം, ശിവരാത്രി വ്രതം, ജന്മാഷ്ടമി വ്രതം, എന്ത് വേണമെങ്കിൽ എടുത്തോളൂ. ഇതൊക്കെ ആർക്ക് വേണ്ടി എടുത്താലും പ്രീതിപ്പെടുന്നത് ആരാണ്? അമ്മയാണ്. ദേവിക്ക് വളരെ പ്രീതിയുള്ളതാണ്. അപ്പൊ വ്രതം അനുഷ്ഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളില് ദേവി ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായിട്ട് വിളങ്ങാൻ തുടങ്ങും. ശക്തി കൂടുക ചെയ്യാം വ്രതം എടുത്തു കഴിഞ്ഞാൽ. ശരിയായ രീതിയിൽ ഇഷ്ടപ്പെട്ട് വ്രതം എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മനോനിശ്ചയദാർഢ്യവും മനഃശക്തിയൊക്കെ കൂടുക ചെയ്യാം. അപ്പോ വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഇതൊക്കെ കൂടുകയാണ്. ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ജ്ഞാനശക്തിയും കൂടുകയാണ്. അതുപോലെ തന്നെ ഏത് ദേവനെ പ്രീതിപ്പെടുത്തിയാനുള്ള വ്രതമായാലും അത് ദേവിക്ക് വളരെ പ്രിയമാണ്. എല്ലാ വ്രതങ്ങളും യാഗാദി കർമ്മങ്ങളും പരാശക്തിയായ ജഗദംബയുടെ പാദങ്ങളിൽ തന്നെയാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ദേവി പ്രിയവ്രത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് ഈ ശ്ലോകം ഒന്ന് ചൊല്ലാം. അവസാനത്തെ ശ്ലോകമാണ്. സ്വർഗാപവർഗദാ ശുദ്ധ ജപാ പുഷ്പനിഭാകൃതി ഓജോവതി ദ്യുതിധര യജ്ഞരൂപാ പ്രിയവ്രത. ഈ നാമത്തോടു കൂടി ഇന്ന് നമുക്കിവിടെ സമർപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.